സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? ഒന്ന് സൂക്ഷിച്ച് നോക്കി കാണി, ഒന്നും കൂടി സൂക്ഷിച്ച്. ഇത് പണ്ട് നമ്മുടെ KSRTC ബസ്സിൽ ഒരാൾ തൊട്ടു തലോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സ്വന്തം മൊബൈലിലെ വീഡിയോ ക്യാമറ ഓണാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തൊരു യുവതി. തുടർന്ന് ഭയങ്കര കോലാഹലം. അതിനെ തുടർന്ന് ആ യുവാവ് ആത്മഹത്യ ചെയ്തു. പേര് ദീപക്. ഇപ്പോൾ മനസ്സിലായി? ഒന്ന് കത്തില്ലേ? അതെ, ഷിംജിത. ഇപ്പോൾ എവിടെയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. ഓളിപ്പോൾ ഹൈദരാബാദിൽ അടിപൊളിയായിട്ട് ട്രിപ്പ് അടിച്ച് നടക്കുക. എന്തായാലും നമ്മൾ നിയമത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്? നിയമം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരി. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുമോ? ഒരു സംഭവം നടക്കുമ്പോൾ ആൾക്കാർ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഭയങ്കര ഒച്ചപ്പാടും കലവും. കുറേ കാലം കഴിഞ്ഞ ആൾക്കാരത് മറന്നു. ഇപ്പോൾ ഷിംജിത എന്ന് പറയുമ്പോൾ അതോ എനിക്കറിയില്ല. അപ്പോൾ അത് അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്താണ് നിയമത്തിൻ്റെ കോൺസിക്വൻസ്, നൂലാമാലകളൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ഷിംജിത ഇപ്പോൾ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. ഹൈദരാബാദിൽ ഇൻസ്റ്റയിൽ പോയി നോക്കി അറിയാം. സംഭവം രസം അതല്ല, അതിൻ്റെ അടിയിൽ വരുന്ന കമൻസാണ്. ഷിംജിത അയ്യോ അടിപൊളിയാണ്, ഈ ഒരു രക്ഷയില്ല, അത് വേറെ ലെവല്, ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കമൻറ്റ് ചെയ്യേണ്ട ആൾക്കാർ ആലോചിച്ചു. നിങ്ങൾക്ക് വലിയൊരു കുടുംബം, നല്ലൊരാൾ നഷ്ടപ്പെടേണ്ട വേദന എനിക്ക് അറിയില്ല. ഒരു പെണ്ണല്ലേ, സ്വാഭാവികം, കുറേ സപ്പോർട്ടിന് കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ എങ്കിൽ കർമ്മ എന്നുള്ളൊരു സംഭവം, ഷിംജിതൻ്റെ അടുത്ത് തെറ്റില്ലെങ്കിൽ പ്രശ്നമില്ല. തെറ്റുണ്ടെങ്കിൽ കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് എന്തായാലും അത് തിരിച്ചടിക്കും, ഉറപ്പാണ്. ഞാൻ എന്നാലും ആലോചിച്ച് നോക്കുക, എന്താണ് നിയമത്തിൽ വന്നിട്ടുള്ളത്? വെറുതെ അല്ല ഇവിടെ കുറ്റകൃത്യങ്ങൾ കൂടുന്നത്. നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ടാവും, 2ാം കേസിൽ പ്രതിയെ വീണ്ടും 3ാം കേസിൽ പിടിച്ചു എന്നൊക്കെ. അപ്പോൾ ഇതാണ് അവസ്ഥ. ജാമ്യത്തിലിറങ്ങാൻ പിന്നെയും പോവുക, പിന്നെയും വരിക, അതന്നെ എന്തല്ലേ അവസ്ഥ. ഏതായാലും ഷിംജിത ഇപ്പോൾ ഹൈദരാബാദിൽ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ട്രിപ്പ് അടിച്ച് നടക്കുന്നുണ്ട്. കാണേണ്ടവർ ഇൻസ്റ്റയിൽ പോയി കാണാം, ഒരു ലൈക്കും കൊടുക്കട്ടോ. അല്ല അപ്പം എന്താ ചെയ്യാൻ? എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും, പിഷാരടിൻ്റെ തൊപ്പി, അവസാനം എന്താ കിടക്കുന്നത്? ഗുദാ ഹവ. ആരാന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഷിംജിത. എന്തൊക്കെയായിരുന്നു ഇവിടെ ഒച്ചപ്പാട്, സോഷ്യൽ മീഡിയയിലുള്ള ഒച്ചപ്പാട്. അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. ഇതാ അവസാനതാ പോലീസുകാർ വട്ടം കൂടിയിട്ട് പർദ്ദൊക്കെ ഇട്ടിട്ട് മുഖത്ത് മാസ്കും വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന അവസാനം ഇതാ കിടക്കണോ. ഉറപ്പതാ ഹൈദരാബാദിൽ ട്രിപ്പ് അടിച്ച് നടക്കുകയാണ്. അല്ല, ഞാൻ ആലോചിക്കേണ്ടതല്ല, നിയമം എത്ര ഉള്ളൂ? ലോകം മുഴുവൻ പ്രതിഷേധിച്ച ഒരു കേസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണ കേസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്കറിയില്ല കേട്ടോ. നിയമത്തിൻ്റെ നൂലാമാലകളും കാര്യങ്ങളൊന്നും. ജാമ്യത്തിലാണ്. ഇപ്പോൾ ഹൈദരാബാദിൽ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ? ഷിംജിതേ. പണ്ട് ദീപക് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ബസ്സിൽ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുകയും അവസാനം ആ കേസിൻ്റെ പേരിൽ മനം നൊന്തിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആ കേസിലെ പ്രതിയാണത്, ഷിംജിത. ഞാൻ ഇത്ര ഉള്ളൂ നിയമം. അല്ല, നിങ്ങൾ പറയും, കാണണ്ട, നിങ്ങൾ പറയും നിയമത്തിൻ്റെ കോൺസിക്വൻസ് ഇത്ര ഉള്ളൂ. ഞാനത് ട്രിപ്പ് അടിച്ച് നടക്കുക ഹൈദരാബാദിലും ഊട്ടിയിലൊക്കെ. എന്തല്ലേ അവസ്ഥ? നിങ്ങൾ പോയോക്കെ ഇൻസ്റ്റഗ്രാമിൽ, അതത്രേ ഉള്ളൂ. ഒരു പെണ്ണായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കമൻസ് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്.